ഇത് നമ്മുടെ പൈപ്പ് ഫ്രിക്ഷൻ അല്ലെങ്കിൽ മേജർ ലോസസ് എന്ന എക്സ്പെരിമെൻറ്റിൻ്റെ ഒബ്സർവേഷനും ടാബുലാർ കോളം കാൽക്കുലേഷൻ്റെ ഫോർമുലേസുമാണ്. അതിൽ ഏറ്റവും ആദ്യം നമ്മൾ എഴുതേണ്ടത് ഒബ്സർവേഷനാണ്. ഒബ്സർവേഷനകത്ത് ആകെ 3 കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന് ലെങ്ത് ഓഫ് ദ പൈപ്പ്. അത് ഈ ഡീറ്റെയിൽസ് എക്സ്പെരിമെൻറ്റ് സെറ്റപ്പിൻ്റെ മുകളിൽ തന്നെ, അതായത് അതിൻ്റെ ഭിത്തിയിൽ തന്നെ എഴുതിയിട്ടുണ്ടായിരിക്കും. ഈ വാല്യൂസ് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, അവിടെ ചെന്നിരുന്നിട്ട് എഴുതിയാൽ മതി. ഇത് ആദ്യം ലെങ്ത് ഓഫ് ദ പൈപ്പ് L, അത് 2 മീറ്റർ നീളമുള്ള പൈപ്പിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. പിന്നെ ഏരിയ ഓഫ് കളക്ടിങ് ടാങ്ക് AT, ക്യാപിറ്റൽ എയും ചെറിയ ടിയുമാണ്. അത് 0.25 മീറ്റർ സ്ക്വയറാണ്. അത് ഓൾറെഡി ആ ബോർഡിലുണ്ട്, അല്ലെ ഒബ്സർവേഷൻ്റെ ആ ചെറിയ ബോർഡിലുണ്ട്. അത് എഴുതാം, അല്ലെങ്കിൽ നമുക്കിത് ഓർത്ത് വെക്കാം. ചില സമയത്ത് 2500 സെൻറ്റിമീറ്റർ സ്ക്വയറിന് കാണും. രണ്ടും ഒന്ന് തന്നെയാണ്. 0.25 മീറ്റർ സ്ക്വയറും 2500 സെൻറ്റിമീറ്റർ സ്ക്വയറും രണ്ടും ഒന്ന് തന്നെയാണ്. പിന്നെ ഡയമീറ്റർ ഓഫ് പൈപ്പ് D, അത് 20 mm ആണ്. നമ്മൾ ഇവിടെ വെച്ച് തന്നെ നമ്മൾ 20 × 10⁻³ എന്ന് പറഞ്ഞിട്ട് മീറ്ററിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ നമ്മുടെ കാൽക്കുലേഷന് മിസ്റ്റേക്ക് വരും. മനസ്സിലായോ? ഇതാണ് ഒബ്സർവേഷൻ. ലെങ്ത് ഓഫ് ദ പൈപ്പ് L, ഏരിയ ഓഫ് കളക്ടിങ് ടാങ്ക്, ഡയമീറ്റർ ഓഫ് ദ പൈപ്പ് D. ഇത്രയാണ് ഒബ്സർവേഷനകത്ത് വരുന്നത്. ഏത് പൈപ്പ് ഫ്രിക്ഷൻ. ഇത് പൈപ്പ് ഫ്രിക്ഷൻ്റെ എക്സ്പെരിമെൻറ്റിൻ്റെ ടാബുലാർ കോളമാണ്. ടാബുലാർ കോളത്തിൽ മാനോമീറ്റർ റീഡിങ്, അത് H1 ഉം H2. ഒരു സൈഡ് താഴെ ഒരു സൈഡ് പൊങ്ങിപ്പോൾ നമ്മൾ കണ്ടില്ലേ മെർക്കുറിയിലെ, അതിൻ്റെ H1 ഉം H2 ആണ്. ഇത് യൂണിറ്റ് സെൻറ്റിമീറ്ററിലാണ്. പിന്നെ H1 - H2 എഴുതണോ വേണ്ട എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഇത് എഴുതിയാലും കുഴപ്പമില്ല, ഇതിങ്ങനെ വിട്ടേര്. പിന്നെ നമുക്ക് ഏറ്റവും അത്യാവശ്യമാണ് ടൈം ഫോർ 5 സെൻറ്റിമീറ്റർ റൈസ് ഓഫ് വാട്ടർ. നമ്മളൊരു ടാങ്കിനകത്ത് 5 സെൻറ്റിമീറ്റർ വെള്ളം ഉയരാൻ വേണ്ട ടൈം നോട്ട് ചെയ്യത്തില്ലായിരുന്നോ? അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ വേണ്ടി മാനോമീറ്റർ റീഡിങ് H1 H2 ഉം ടൈം ഫോർ 5 സെൻറ്റിമീറ്റർ റൈസ് ഓഫ് വാട്ടറുമാണ് നമുക്ക് ഏറ്റവും ആവശ്യം വേണ്ടത്. ടാബുലാർ കോളത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് ഇത്രയും ഡീറ്റെയിൽസാണ്. ബാക്കി ഈ കാണുന്ന ഡീറ്റെയിൽസ് ഒന്ന് ആവശ്യമുള്ളൊരു പോസ് ചെയ്ത് നോക്കണം. ടോട്ടൽ ഹെഡ്, വെലോസിറ്റി, ഫ്രിക്ഷൻ ഫാക്ടറൊക്കെ. പിന്നെ ഇത് ആൻസറുകളാണ്, നമ്മൾ ഫോർമുല വെച്ച് കണ്ടുപിടിക്കുന്ന ആൻസർ. ഇതാണ് ഏറ്റവും അവസാനത്തെ ആൻസർ. ഇതിന് നിശ്ചിത വാല്യൂ ഉണ്ട്, അതൊക്കെ നമുക്ക് പറയാം. ഓക്കെ, മാനോമീറ്റർ റീഡിങ് H1 സെൻറ്റിമീറ്ററിലാണ്, ബ്രാക്കറ്റിൽ സെൻറ്റിമീറ്റർ. H2 സെൻറ്റിമീറ്റർ. H1 - H2 വേണമെങ്കിൽ എഴുതിക്കോ, വേണമെങ്കിൽ എഴുതണ്ട, അതും സെൻറ്റിമീറ്ററിലാണ്. ടൈം ഫോർ 5 സെൻറ്റിമീറ്റർ റൈസ് ഓഫ് വാട്ടർ, അത് T ആണ്, ഡിനോട്ട് ചെയ്യുന്ന T സെക്കൻഡ്സിലാണ്. ഇത് ഇത്രയാണ് നമുക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ വേണ്ട ഭാഗം. ബാക്കി ആൻസറാണ്, വേണമെങ്കിൽ എഴുതാം. പൈപ്പ് ഫ്രിക്ഷൻ എന്ന എക്സ്പെരിമെൻറ്റിൽ, അല്ലെങ്കിൽ മേജർ ലോസസ് ഇൻ പൈപ്പ്സ് എന്ന എക്സ്പെരിമെൻറ്റിൻ്റെ ഫോർമുലകളാണ്. ഇത് വെച്ച് വേണം കാൽക്കുലേഷൻ ചെയ്യാൻ. അപ്പോൾ ഏറ്റവും ആദ്യത്തേത് ഏരിയ ഓഫ് പൈപ്പ്. ഇത് എല്ലായിടത്തും ഒരുപോലെയായിരിക്കും, ഒരു തവണ കണ്ടുപിടിച്ചാൽ മതി. AP എന്നാണ് നൊട്ടേഷൻ. πd² / 4. πd² / 4 എന്ന് പറയുമ്പോൾ ഏതാണ് ഈ D എന്നത് ഡയമീറ്റർ ഓഫ് പൈപ്പ് D. പൈപ്പിൻ്റെ ഏരിയയാണ് കണ്ടുപിടിക്കേണ്ടത്. യൂണിറ്റ് മീറ്റർ സ്ക്വയറാണ്. ശേഷം ആക്ച്വൽ ഡിസ്ചാർജ് നമുക്ക് ഈ ഫോർമുല കോമൺ എല്ലായിടത്തും. എവിടെയൊക്കെയാണോ നമ്മൾ കളക്ടിങ് ടാങ്ക് ഉള്ളത് അവിടെ എല്ലാം ഈ ഫോർമുല കോമൺ ആണ്. അപ്പോൾ AT, ഏരിയ ഓഫ് കളക്ടിങ് ടാങ്ക്, ഇതിൻ്റെ ഇവിടെ ഒബ്സർവേഷനിലുണ്ട് 0.25 മീറ്റർ സ്ക്വയർ. എല്ലാം നമുക്ക് മീറ്റേഴ്സിലാണ് വേണ്ടത്. അപ്പോൾ എല്ലാ റീഡിങ്ങും മീറ്റേഴ്സിൽ വേണം. അതുകൊണ്ട് AT എന്നുള്ള വാല്യൂ 0.25 മീറ്റർ സ്ക്വയർ ആണ്. ഈ 5 എന്തുവാണ്? 5 സെൻറ്റിമീറ്റർ ഉയരാൻ വേണ്ട ടൈം എന്നുള്ള പറയുന്നത്. അപ്പോൾ ആ 5 സെൻറ്റിമീറ്റർ ആയിരിക്കും. പക്ഷേ നമുക്കെല്ലാം വേണ്ടത് മീറ്റേഴ്സിലായതുകൊണ്ട് × 10⁻² മൾട്ടിപ്ലൈ ചെയ്യുന്നു, താഴെ ഡിവൈഡ് ബൈ T ചെയ്യുന്നു. ഈ T ഏതാണ്? നമ്മുടെ ടാബുലാർ കോളത്തിൽ കാണുന്ന ഈ T. ഇത് ഫസ്റ്റ് ട്രയലാണ്, ഇത് സെക്കൻഡ് ട്രയലാണ്. സെപ്പറേറ്റ് കാൽക്കുലേഷൻ ചെയ്യണം. ഓക്കെ. പിന്നുള്ളത് ടോട്ടൽ ഹെഡ് H, അത് H1 - H2 × 10⁻² × 12.6, അത് മീറ്റേഴ്സ് ഓഫ് വാട്ടറിലാണ്. പൈപ്പ് ഫ്രിക്ഷൻ അല്ലെങ്കിൽ മേജർ ലോസസിൻ്റെ കാൽക്കുലേഷൻ പറയുമായിരുന്നു. ഇതിൽ ഹെഡ് ഇതാണ് പറഞ്ഞ് ലാസ്റ്റ് നിർത്തിയത്. ടോട്ടൽ ഹെഡ് എന്ന് പറയുമ്പോൾ ഹെഡ് ലോസ് ആണ്. ഇത് H1 - H2, അതായത് ഇവിടെ നമ്മുടെ ഈ ടാബുലാർ കോളത്തിൽ H1 - H2 ആണ്. പിന്നെ × 10⁻² എന്തിനാണ്? സെൻറ്റിമീറ്ററിലെ മീറ്ററിലേക്ക് മാറ്റാൻ വേണ്ടിയാണ്. ശേഷം 12.6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ആ ആൻസറാണ് മീറ്റേഴ്സ് ഓഫ് വാട്ടറിൽ ടോട്ടൽ ഹെഡ്. ശേഷം വെലോസിറ്റി, നാലാമത്തേതാണ് വെലോസിറ്റി എങ്ങനെ കിട്ടും? നമുക്ക് ഓൾറെഡി സെക്കൻഡിനകത്ത് Q ആക്ച്വൽ കിട്ടിയിട്ടുണ്ട്. അതായത് മീറ്റർ
ക്യൂബ് പെർ സെക്കൻഡിലുള്ള ആക്ച്വൽ വാല്യൂ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിന് ഏരിയ ഓഫ് പൈപ്പ്, അതായത് പൈപ്പിൽ കൂടെയാണല്ലോ വെള്ളം ഒഴുകുന്നത്, പൈപ്പിനകത്തെ വെലോസിറ്റിയാണ് നമുക്ക് വേണ്ടത്. അപ്പം നമ്മൾ ആക്ച്വൽ ഡിസ്ചാർജ് പൈപ്പിൽ കൂടെ കിട്ടിയായിരുന്നു, ടാങ്കിലേക്ക് വന്ന വെള്ളം എത്രയാണെന്നുള്ളത് കിട്ടിയായിരുന്നു, കണ്ടുപിടിച്ചായിരുന്നു. അതാണ് ആക്ച്വൽ രണ്ടാമത്തെ കണ്ടുപിടിച്ചത്. അത് ഡിവൈഡ് ബൈ എ പി എന്ന് പറയുമ്പോൾ ഏരിയ ഓഫ് പൈപ്പ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചതാണ്. ഫസ്റ്റ് ഏരിയ ഓഫ് പൈപ്പ് അതിവിടെ ചെയ്യുമ്പോൾ നമുക്ക് മീറ്റർ പെർ സെക്കൻഡിൽ വാല്യൂ കിട്ടും, മീറ്റർ പെർ സെക്കൻഡ്. ശേഷം നാലാമത്തേത് കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ അല്ലെങ്കിൽ ഡാർസീസ് കോൺസ്റ്റൻറ്റ്. ഡാർസീസ് കോൺസ്റ്റൻറ്റിൻ്റെ ഫോർമുലയാണ് 2GDH 4LV². എഫ് എന്നുള്ളത് ഡാർസീസ് കോൺസ്റ്റൻറ്റ്, ഫ്രിക്ഷൻ ഫാക്ടർ അല്ലെങ്കിൽ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയും. ഈ എഫ് ആണ്. അപ്പോൾ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ കണ്ടുപിടിക്കാൻ ഡാർസീസ് കോൺസ്റ്റൻറ്റ് ചെയ്യുന്നത്, അത് ഡാർസീസ് കോൺസ്റ്റൻ്റ് ആണ് ഈ എഫ്. അത് 2G, ജിയുടെ വാല്യൂ 9.81 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിൽ നമ്മുടെ സാധാരണ നമ്മളെ എപ്പോഴും ഉപയോഗിക്കുന്ന ജി ആണ്. ഈ ഡി ഏതാണ്? ഡി എന്ന് പറയുന്നത് പൈപ്പിൻ്റെ ഡയമീറ്റർ. അത് എപ്പോഴും ഓർത്തോണം, ഇൻറ്റു 10⁻³ വെച്ച് 20 എന്ന് എഴുതല്ലേ, 20 × 10⁻³ എന്ന് വേണം എഴുതാൻ. അത് 20 mm ആണ്, 20 മീറ്റേഴ്സിലേക്ക് മാറ്റി വേണം ഇവിടെ എഴുതാൻ. പിന്നെ എച്ച് എവിടെ നിന്ന് കിട്ടി? എച്ച് മൂന്നാമത്തെ ഫോർമുല നമുക്ക് ഈ എച്ച് കിട്ടി. പിന്നെ 4. എൽ എന്താണ്? എൽ ലെങ്ത് ഓഫ് ദ പൈപ്പ്, അത് ഒബ്സർവേഷനകത്തുണ്ട്, ലെങ്ത് ഓഫ് ദ പൈപ്പ് എൽ. ശേഷം V², വെലോസിറ്റിയുടെ സ്ക്വയറാണ്. വെലോസിറ്റി എന്ത് ചെയ്യും? വെലോസിറ്റി നമുക്ക് ഇവിടെ നിന്ന് കിട്ടി. ഇത്രയും സാധനം മൾട്ടിപ്ലൈ ചെയ്ത് ആൻസർ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഫ്രിക്ഷൻ ഫാക്ടർ കിട്ടും. പക്ഷേ ഞാൻ അന്ന് പറഞ്ഞായിരുന്നു, ഫ്ലൂയിഡ് മെക്കാനിക്സിലെ എല്ലാ മിക്ക വാല്യൂസും എക്സ്പീരിയൻസ് ആൾക്കാർക്ക് അറിയാവുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ ആൻസർ ഏകദേശം ഇതുപോലെ വരണം. ആൻസർ ഇതുപോലെ ഏകദേശം 0.0102 0.012 ഇങ്ങനെ വരണം. അത് 1.5 1.6 ഒന്നും വന്നാൽ ശരിയല്ല, തെറ്റാണ്. അതിൻ്റെ ആൻസർ ഇതുപോലെ വരണം. മനസ്സിലായി, തെറ്റിക്കരുത്. 2G 9.81 D ഡയമീറ്റർ ഓഫ് ദ പൈപ്പ്, അത് മീറ്റേഴ്സിൽ. ഒബ്സർവേഷൻ അതിൽ മൂന്നാമത്തെയാണ്. അതല്ല, അത് തെറ്റിപ്പോൾ ഞാൻ പറഞ്ഞത്. ഡി എന്നുള്ളത് മൂന്നാമത്തെ ഡയമീറ്റർ മൂന്നാമത്തെയാണ്. പൈപ്പ് ഫ്രിക്ഷൻ്റെ ലാസ്റ്റ് കാൽക്കുലേഷനാണ്. അത് ക്വസ്റ്റ്യൻ ഡാർസീസ് കോൺസ്റ്റൻ്റ് കഴിഞ്ഞാൽ പിന്നെ അവിടെ വരുന്നത് ചേസീസ് കോൺസ്റ്റൻ്റ് ആണ്. C = V /√MI. അപ്പോൾ ഈ √MI എന്താ നമുക്കറിയാം. എം എന്ന് പറഞ്ഞാൽ ഹൈഡ്രോളിക് മീൻ റേഡിയസ്, D/4. ഡി ഏതാണ്? നമ്മുടെ പൈപ്പിൻ്റെ ഡയമീറ്റർ. ഇതിനെ /4 ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ, അതായത് ഈ മീറ്റേഴ്സിൽ വേണം, ഇത് ചെയ്യരുത്, ഇതല്ല വേണ്ട, ഇതാണ് /4. അപ്പോൾ നമുക്ക് ഇവിടെ എഴുതിയിട്ടുണ്ട് ഞാൻ. ആ കിട്ടുന്ന ആൻസറാണ് എമ്മും. I എന്ന് പറഞ്ഞാൽ ലോസ് ഓഫ് ഹെഡ് പെർ യൂണിറ്റ് ലെങ്ത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന എച്ച് വാല്യൂ ഉണ്ടല്ലോ, ഈ കിട്ടുന്ന മൂന്നാമത്തെ ആൻസർ എച്ച്, അതിന് ലെങ്ത് എത്രയാണ്? ലെങ്ത് 2 ആണ്. ആ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറാണ് I. അപ്പം എമ്മും ഐയും കിട്ടി. അതിന് വെലോസിറ്റി ഓൾറെഡി മുകളിലുണ്ട്, വെലോസിറ്റി നമ്മൾ ഇവിടുന്ന് കണ്ടുപിടിക്കുന്നു. അതിനെ ഈ ഫോർമുലയിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് C വാല്യൂ കിട്ടും. അപ്പോൾ C വാല്യൂ ഓൾറെഡി GI, നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ GI ആണ്. അതുകൊണ്ട് GIയുടെ തന്നെ വാല്യൂ ആണ് ഈ കാണുന്നത്. ഡാർസീസ് കോൺസ്റ്റൻറ്റ് ഇതും ചേസീസ് കോൺസ്റ്റൻറ്റ്. GI പൈപ്പ് മെറ്റീരിയൽ വെച്ചാണ് പറയുന്നത്, പൈപ്പല്ല മെറ്റീരിയൽ ഇതിലാണ് പറയുന്നത്. അപ്പം GIയുടെ ചേസീസ് കോൺസ്റ്റൻറ്റ് വാല്യൂ 60 to 90 ഇടയ്ക്കായിരിക്കും. അപ്പോൾ ഇത് തെറ്റിക്കാതെ നിങ്ങൾ ആൻസർ ചെയ്യണം. പൈപ്പ് ഫ്രിക്ഷൻ്റെ കാൽക്കുലേഷൻ ചെയ്യാനായിട്ട് ഓൾറെഡി ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഡൗട്ടുള്ളവരൊന്ന് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. അതുപോലെ ബാച്ച് 1കാർ, അതായത് 1 മുതൽ 33 വരെയുള്ള ആളുകൾ ഈ 2 കാൽക്കുലേഷൻ ചെയ്യണം. ഈ 13ഉം 14ൻ്റെയും കാൽക്കുലേഷൻ ചെയ്യുക. ഈ 3 മതി കാൽക്കുലേഷൻ ചെയ്യാൻ. ശേഷം ബാച്ച് 2 33 മുതലുള്ള ആൾക്കാർ ഈ 15 18ൻ്റെ വാല്യൂ ചെയ്യുക. മാറിപ്പോകേണ്ട. ബാച്ച് 1കാർക്ക് ഇത്, അതായത് 1 to 33 ഇതും 33 മുതൽ ബാക്കിയുള്ളവർ ഈ ഇതിൻ്റെ കാൽക്കുലേഷൻ ചെയ്താൽ മതി. മൊത്തം കൂടെ ചെയ്യേണ്ട. ബാച്ച് 1കാർ ഈ 2 കാൽക്കുലേഷൻ ചെയ്യുക, ബാച്ച് 2 ഈ 2 കാൽക്കുലേഷൻ ചെയ്യുക. മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചോദിച്ചാൽ മതി.